RSSന്റെ ചീഫിൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്തായിരുന്നു? അവരുടെ മുഖപത്രത്തിൽ വന്ന അഭിപ്രായം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതമായ നേതാക്കൾ ആദ്യം എടുത്തത് സ്ത്രീകളെ അവിടെ പ്രവേശിക്കാൻ സമ്മതിക്കണം എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം സ്റ്റേറ്റ് ഈ വിശ്വാസങ്ങളിൽ ഇടപെടണമെന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഈ ആചാരങ്ങൾ ഭരണഘടനാ വിരുദ്ധമാകുന്നിടത്തോളം സ്റ്റേറ്റിന് ഇടപെടാനുള്ള അവകാശമുണ്ട്, ബാധ്യതയുമുണ്ട്. ഞാൻ ഭരണഘടനയിൽ വേറൊരു വകുപ്പുണ്ട്, ആർട്ടിക്കിൾ 51AH. അത് പലരും ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിൽ പറയുന്നൊരു സയൻറ്റിഫിക് എൻക്വയറി വേണം, അതിനകത്ത് ഒരു സയൻറ്റിഫിക് ടെമ്പർ, ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി വേണം. ഈ അയ്യപ്പൻ ഇപ്പോൾ ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇടപെടുന്നു എന്നുള്ള വിശ്വാസിയുടേതായിട്ടുള്ള ഒരു ഭാവനയാണ്. വിശ്വാസം ഇല്ലാത്തവർ ചോദിക്കും എന്തുകൊണ്ട് അയ്യപ്പൻ ഇത് അനുവദിച്ചു എന്നുള്ള ചോദ്യം കൂടെ വരും. അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി വരികയാണെങ്കിൽ ഇതുവരെ അങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് ഇവിടെ സാധ്യതയില്ലാത്ത രീതിയിൽ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA, CPMന്റെ MLA, അദ്ദേഹം പറയും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ്, മുൻ MLA, അദ്ദേഹം പറയുന്നു ഇവരുടെയൊക്കെ മുന്നിൽ ഭയഭക്തി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നവർ പോലും, ഒരു പറച്ചിലുണ്ട്, ഡോക്ടർ TS ശ്യാംകുമാറിനെ പോലുള്ള ക്രിട്ടിക്സ് പറയുന്നത് ഉള്ളിൽ പൂന്താനവും പുറമേ മാർക്സും ആയി നടക്കുന്നത്. ഇടതുപക്ഷം രാഷ്ട്രീയം പറയുമ്പോഴും തീവ്രമായ വലതുപക്ഷ ആശയങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ആശയങ്ങൾ പറയുന്നവർ പോലും ആചാരലംഘനത്തെ അതിനെതിരായിട്ട് പറയുമ്പോൾ പേടിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടുന്നത് ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ കടമയാണോ? വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കും, വിശ്വാസികൾ ഏതെങ്കിലുമൊക്കെ സംഘടനയിലുള്ളവർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യണം. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ശ്ലോകം ഉദ്ധരിക്കുകയാണ്, ആരാണ് യഥാർത്ഥ ഭക്തൻ എന്നുള്ളത്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജോലിയാണോ? അദ്ദേഹം എന്തുകൊണ്ടാണ് ശബരിമലയിൽ ആദ്യമായിട്ട് പ്രവേശിച്ച, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ തന്നെയാണല്ലോ സുപ്രീം കോടതി വിധി അനുസരിച്ച് 2 പേർക്ക് അവിടെ പ്രവേശനം സാധ്യമായത്. അവരെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അവരെ ആ നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾ ചോദിക്കും. മതവിഷയങ്ങൾ വരുമ്പോൾ ഇത് നമ്മുടെ വിഷയമല്ല, ഭരണഘടനാപരമായ ബാധ്യത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഘട്ടം വരെ നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി ഗവൺമെൻറ്റുകൾ തയ്യാറാകണം.